ഇലക്ഷൻ എടുക്കുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളാണ്. പെരിന്തൽമണ്ണയിൽ ഫ്ലെക്സ് ആണ് പ്രശ്നമെങ്കിൽ അത് മങ്കടയിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമായി നിലനിൽക്കുന്നത്. ലീഗിലെ പ്രമുഖ നേതാവ് കുന്നത്ത് മുഹമ്മദ് CPM-ന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഉമ്മർ അറക്കൽ സംസാരിക്കുന്നു. കുന്നത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായിട്ട് നമ്മൾ നാടൻ ഭാഷയിൽ പറയാലോ കരന്യൂസ്, അങ്ങനത്തെ ഒരു കരന്യൂസ് ഉണ്ട്. അതായത് സ്ഥാനാർത്ഥിയാവും. പിന്നീട് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരുടെ ഫോണുകളിലേക്ക് കുന്നത്ത് മുഹമ്മദിൻ്റെ ഫോൺ വന്നതായിട്ടുള്ള വിവരമുണ്ട്. അതായത് ഞാൻ സ്ഥാനാർത്ഥിയാവും, എനിക്ക് മുസ്ലിം ലീഗിൽ ഇനി ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല, അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായാൽ എന്നെ ചിലപ്പോൾ CPM പിന്തുണച്ചേക്കാം, അതിനാണുള്ള സാധ്യത. അങ്ങനെ വന്നാൽ നിങ്ങളെന്നെ പിന്തുണക്കണം, നിങ്ങൾ UDF തന്നെ നിന്നാൽ മതി, എന്നെ സ്വകാര്യമായിട്ട് പിന്തുണച്ചാൽ മതി എന്ന രീതിയിൽ പലരോടും പറഞ്ഞതായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് അങ്ങനത്തെ ഒരു സമീപനം ഉണ്ടാവുക എന്ന് പറയുന്നത് സംഘടനാപരമായ ഒരു അച്ചടക്ക ലംഘനമാണ്. അത് വളരെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്, പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. അത് സംബന്ധിച്ചിട്ട് പാർട്ടി അന്വേഷിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാകുന്ന മുറക്ക് നടപടികൾ വരികയും ചെയ്യുമായിരിക്കും. പാർട്ടി അണികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവൂലേ? ഇത്രയും വലിയൊരു സമുന്നതനായ നേതാവൊക്കെ. പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അണികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, മങ്കടയായാലും പെരിന്തൽമണ്ണയായാലും എവിടെയായിരുന്നാലും ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ പാർട്ടി അണികളെല്ലാവരും നിൽക്കും, പാർട്ടി പ്രവർത്തകന്മാരെല്ലാവരും നിൽക്കും, പാർട്ടി ഘടകങ്ങളെല്ലാവരും നിൽക്കും. മറ്റു നിലയിൽ സ്വന്തമായിട്ട് വന്ന ആളുകളെ പാർട്ടി അണികളും ഘടകങ്ങളും പ്രവർത്തകരുമെല്ലാം തള്ളിപ്പറയും. അതാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംഗതി. ഇവിടെ മങ്കട പെരിന്തൽമണ്ണ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ CPM വളരെ നിസ്സഹായമായ ഒരു മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെപ്പോലും കിട്ടാത്ത ഒരാളില്ലാത്ത സ്ഥിതികളിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലും ആ സ്ഥിതിയാണ്, മങ്കടയിലും ആ സ്ഥിതിയാണ്. ആ ഒരു സാഹചര്യത്തിൻ്റെ വ്യക്തമായ തെളിവാണ് മങ്കടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗതികൾ. പെരിന്തൽമണ്ണയിൽ ഒരു ബാനർ സ്ഥാപിക്കപ്പെട്ടതൊക്കെ ആ ഒരു നിസ്സഹായാവസ്ഥയുടെ തെളിവാണ്. അവർക്ക് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി ഇല്ല. അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് ലഭ്യമാകുമോ എന്ന് തപ്പി അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അവരുടെ പരാജയം പരസ്യമായിട്ട് മുൻകൂട്ടി തന്നെ അവർ സമ്മതിക്കുന്നു പരസ്യമായിട്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവങ്ങളെല്ലാം. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ട്രെൻഡി കളക്ഷനുകളുമായി ഇത്തവണ ഈദ് ഇരട്ടി മധുരമാക്കാം. മെൻസ്, ലേഡീസ്, കിഡ്സ് വെയർ മുതൽ ഹോം ഫർണിഷിംഗ് വരെ ഏറ്റവും കുറഞ്ഞ വിലയിൽ 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ഏറ്റവും പുതിയ ഈദ് കളക്ഷനുകൾ അറ്റ്ലസിൽ നിന്നും സ്വന്തമാക്കാം. ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാം അറ്റ്ലസ് ഫാഷനൊപ്പം. അറ്റ്ലസ് ഫാഷൻ, കൊടുവള്ളി, കടയ്ക്കൽ, നിലമ്പൂർ, പെരിന്തൽമണ്ണ.